തികച്ചും നാടകീയമായ സംഭവങ്ങളാണ് തിങ്കളാഴ്ച രാത്രിയിൽ ഉണ്ടായത്. ട്രംപും മോദിയുമായി ടെലിഫോണിൽ സംസാരിക്കുന്നു. അരമണിക്കൂറോളം സംഭാഷണം നീളുന്നു. തൊട്ടു പിന്നാലെ സാമൂഹ്യ മാധ്യമമായ ട്രൂ സോഷ്യലിൽ ഇന്ത്യ US വ്യാപാര കരാർ ധാരണയിലെത്തിയെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. ട്രംപിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. എന്തുകൊണ്ടാണ് ട്രംപ് തിരക്കിട്ട് ഇന്ത്യ US വ്യാപാര കരാറിന് വേണ്ടി ശ്രമിക്കുന്നത്? താരിഫ് യുദ്ധവുമായി ലോകത്തെ വെല്ലുവിളിച്ച ട്രംപിൻ്റെ അവസ്ഥ ഇപ്പോൾ അത്ര പന്തിയല്ല. വലിയ തിരിച്ചടിയാണ് ട്രംപിൻ്റെ ഭരണപരിഷ്കാരം US നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് US വിരുദ്ധ ചേരി രൂപപ്പെട്ടിരിക്കുന്നു. US സൗഹൃദ രാജ്യങ്ങൾ പോലും ഈ US വിരുദ്ധ ചേരിയുമായി അടുക്കുന്നു. എന്നും US നിന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ US അകലുകയാണ്. US വ്യാപാര പങ്കാളികളെ പോലും താരിഫ് നയങ്ങൾ അടിച്ചേൽപ്പിച്ച് പിണക്കി. യൂറോപ്യൻ യൂണിയന് ഇന്ത്യയും കാനഡയുമെല്ലാം US അകന്നു. യൂറോപ്പ് ഏറെക്കുറെ US കൈവിട്ട മട്ടാണ്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള ട്രംപിൻ്റെ നീക്കമാണ് യൂറോപ്പിൻ്റെ നീരസത്തിന് കാരണം. ചുങ്കയുദ്ധത്തിൽ ഇന്ത്യയും US അകന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാണ് ഇന്ത്യക്ക് മേൽ ട്രംപ് പിഴച്ചുങ്കം ഏർപ്പെടുത്തിയത്. മൊത്തം 50% തീരുവയാണ് US ഇന്ത്യക്ക് മേൽ ചുമത്തിയത്. ഇതോടെ ഇന്ത്യക്ക് അപകടം മണത്തും. ഇന്ത്യക്ക് മേൽ കനത്ത തീരുവ ചുമത്തണമെന്ന് ട്രംപ് യൂറോപ്യൻ യൂണിയനോടും ആവശ്യപ്പെട്ടു. എന്നാൽ യൂറോപ്യൻ യൂണിയൻ ഈ ആവശ്യം തള്ളി. എന്നു മാത്രമല്ല, ഇന്ത്യയുമായി ചരിത്രപരമായ വ്യാപാര കരാറിൽ യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുകയും ചെയ്തു. ട്രംപിന് വലിയ തിരിച്ചടിയാണത്. ഇന്ത്യ US വ്യാപാര കരാറുമായി മുന്നോട്ട് പോകാൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകവും ഇതുതന്നെയാണ്. കൂടാതെ US ഇടഞ്ഞു നിൽക്കുന്ന കാനഡയും ഇന്ത്യയുമായി എടുക്കാനുള്ള ശ്രമത്തിലാണ്. റഷ്യയും ചൈനയുമായി ബന്ധം മെച്ചപ്പെടുത്താനും ഇന്ത്യ ശ്രമിക്കുന്നു. ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. US ആജീവനാന്ത ശത്രുവായ ചൈനയുമായി എടുക്കാൻ കൂടുതൽ രാജ്യങ്ങൾ വരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ ചൈനയിലെത്തിയത് ട്രംപിനെ അമ്പരപ്പിച്ചിട്ടുണ്ടാവും. ചൈനയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നത് അപകടമാണെന്നും ട്രംപ് തുറന്നടിച്ചിരുന്നു. എന്നാൽ തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് സ്റ്റാമർ ചൈനയിലെത്തിയത്. ബ്രിട്ടനിലെ ബിസിനസ് സ്ഥാപന മേധാവികളുടെ ഒരു വലിയ നിര തന്നെ സ്റ്റാമറിനൊപ്പം ചൈനയിലെത്തി. 60 കമ്പനികളുടെ പ്രതിനിധികളാണ് സ്റ്റാമറിനെ അനുഗമിച്ചത്. ബ്രിട്ടീഷ് കമ്പനികൾ ചൈനയിൽ വൻ നിക്ഷേപം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. പകരമായി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചേരുവ ചൈന ഗണ്യമായി വെട്ടിക്കുറച്ചു. അയർലൻഡ്, ഫിൻലൻഡ്, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളും ചൈനയിലെത്തി. കാറ്റ് മാറി വീശുന്നു എന്ന് വ്യക്തം. ട്രംപും US കൂടുതൽ ഒറ്റപ്പെടുന്നു. ഇത് ട്രംപ് മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ത്യയുമായി വ്യാപാര കരാറിലെത്താൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്നതും ഇതാണ്. ട്രംപിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവും പീയൂഷ് ഗോയലും സാമൂഹ്യ മാധ്യമത്തിൽ ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തി. എന്നാൽ ട്രംപിൻ്റെ പ്രസ്താവനയ്ക്കപ്പുറം കേന്ദ്രമന്ത്രിമാർ മറ്റൊന്നും പറഞ്ഞില്ല. പിന്നാലെ US ഇന്ത്യൻ സ്ഥാനപതി വിനയ് മോഹൻ ഖ്വാത്രയുടെ പ്രസ്താവനയും വന്നു. മോദിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കാൻ തീരുമാനിച്ചതെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി പൂർണ്ണമായും നിർത്തുമെന്നും പകരം വെനസ്വേലയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമെന്നും മോദി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ട്രംപ് പറയുന്നു. റഷ്യയുടെ എണ്ണ ഇന്ത്യ വാങ്ങാതിരുന്നാൽ അത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. US നിന്ന് കാർഷികോൽപ്പന്നങ്ങൾ കൂടുതലായി വാങ്ങുമെന്ന് മോദിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായും ട്രംപ് പറയുന്നു. കരാർ നടപ്പിലാക്കുന്നതിന് പ്രധാന തടസ്സങ്ങളിലൊന്നായി പറഞ്ഞിരുന്നത് കാർഷിക പാലുൽപ്പന്നങ്ങളെ സംബന്ധിച്ച തടസ്സമായിരുന്നു. 6 മാസമായി അനിശ്ചിതമായി തുടരുന്ന ഇന്ത്യ US വ്യാപാര കരാറിൽ ധാരണയായതോടെ ഇന്ത്യക്ക് മേലുള്ള തീരുവ കുത്തനെ വെട്ടിക്കുറയ്ക്കുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നതോടെ ഇന്ത്യയിലെ ഓഹരി വിപണി വൻ നേട്ടത്തിലേക്ക് കുതിച്ചു കയറി.